കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവവൃദ്ധന്മാരെ ഓർത്തും സദസ്സിലായിരിക്കുന്ന ദൈവവൃദ്ധന്മാരെ ഓർത്ത് പ്രത്യേക ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധാന്റെ നേതൃത്വം കൊടുക്കുന്ന ഈ സഭയിൽ കടന്നു വന്ന് എന്നോടൊപ്പം ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിഗമല ഏരിയയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന റോയിച്ചായൻ, സോദർ ടൈറ്റസ് പാസ്റ്റർ, സനി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, ഇന്ന് കടന്നു വന്ന ടോം ബ്രദർ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ ആരാധനയുടെ പ്രധാനമായ ഭാഗമാണല്ലോ സ്തോത്രം, കർത്തൃമേശ. ഈ പ്രസംഗത്തിന് ശേഷം ഈ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുന്നത് എനിക്കും വളരെയധികം പ്രാഗൽഭ്യമുണ്ട്. കർത്താവ് പറഞ്ഞത് എന്നെ മറക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യമാണ് കർത്തൃമേശ നടത്തുവാൻ. നിങ്ങൾ മറക്കരുത്. ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന് കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ സ്നേഹിതൻ കുഴിക്കാലം പറഞ്ഞതുപോലെ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കർത്താവ് അവസരം നൽകി തന്നു. ഞാനിവിടെ ഇതെന്ന് ചിന്തിക്കുകയായിരുന്നു. താൻ ഇപ്പോഴായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. സ്തോത്രം. ലോകം മുഴുവൻ എതിരായി നിന്നപ്പോൾ ഒരു വേട്ടപ്പട്ടിയെ പോലെ തന്റെ പുറകിൽ ഓടിച്ചു കളയുവാൻ ഇറങ്ങിയപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വാരി കൊടുത്തവരൊക്കെ മാറിക്കളഞ്ഞപ്പോൾ, പാസ്റ്റർമാരുടെ ഹബ്ബായിരുന്നു തന്റെ തിരുവനന്തപുരത്ത് ഭവനം. എല്ലാ ഉണർവ് പ്രസംഗകരെയും ആ റൂമിൽ വെച്ച്, ആ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ സാറ്, രമേശ് ചെന്നിത്തല സാറ്, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളിൽ വെച്ചാണ് ഞാനെ കാണുന്നത്. 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഓഫ് പോസ്റ്റിംഗ് വാങ്ങിത്തരുവാൻ ഈ കർത്തദാസനെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഭവനം വളരെ ഘട്ടത്തിലൂടെ മുൻപോട്ട് പോയപ്പോൾ സ്തോത്രം അവരുമായിട്ട് പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. അവരെ ദൈവം നിലനിർത്തിയിരിക്കുന്ന ആ നല്ല സ്തോത്രം കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ വേറൊരു കുടുംബത്തെ കൂടെ ദൈവം എനിക്ക് അവകാശമായി നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ സ്തോത്രം റജി ജേക്കബ് അവர்கள், തന്റെ കുടുംബം, സ്തോത്രം. ഹല്ലേലൂയ. ജസ്റ്റിമോള്, ജെറിന്, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരുമിച്ച് കർത്തൃവേലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഈ കാലഘട്ടം സുവിശേഷത്തിനു വേണ്ടി തുറക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി തുറക്കപ്പെട്ട കാലഘട്ടമാണ്. കാരണം എല്ലാ നിലകളിലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജാതി, മത, വർഗ, വർണ്ണ വിവേചനമെന്നേ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ കീഴടക്കി ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലും തിരുവനന്തപുരത്ത് 13ാമത്തെ നിയമസഭയിലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം. നിങ്ങൾ ചിരിച്ചു തള്ളാനല്ല ഞാൻ പറഞ്ഞത്, അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. എന്താ പറഞ്ഞത്? സ്തോത്രം. ഹല്ലേലൂയ. മാണിസാറ് നരകത്തിൽ പോകുമെന്നും സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ച മാണിസാറ് നരകത്തിൽ പോകുമെന്ന് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് പ്രസംഗിച്ചത്. സ്തോത്രം. തിരിച്ചു മാണിസാറ് പറഞ്ഞത് സ്തോത്രം, ചെകുത്താൻ വേദം ഓതുന്നു എന്നും സ്തോത്രം അന്തിക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എത്രയോ നാളുകളായി കേരളത്തിന്റെ വീതികളിലൊക്കെ സ്തോത്രം ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നു, സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യന് അനക്കമില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന സ്തോത്രം, എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഉള്ളത് വാരിയെടുത്തത് പിശാച് അതിനകത്ത് പ്രവേശിക്കപ്പെട്ടു. സുവിശേഷം പ്രസംഗിക്കാത്ത പിശാച് സ്വന്തം പ്രവേശിക്കപ്പെടുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപയ. സ്തോത്രം. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ അന്ന് സ്തോത്രം BMCയിൽ ഞാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സ്നേഹിതർ ചോദിച്ചു, എരിവെല്ലം കിട്ടിയോ? എരിവെല്ലം കിട്ടിയോ? കൃപയാൽ സ്വന്തം ഒന്നും കിട്ടിയില്ല. 28ാമത്തെ വർഷം എരി കിട്ടിയ നാണക്കേടല്ലേ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സുവിശേഷത്തിന് വല്ല പ്രസക്തിയുണ്ടോ? കല്ലുകൾ വരുന്നത് കണ്ടാൽ സ്തോത്രം എന്താണ് നിലപാട്? സ്തോത്രം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവ നിന്നോട് അടുക്കത്തില്ലെന്ന് ആ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തെ സ്വീകാര്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ കൃപ. നീ എവിടെ ചെന്നാലും ദൈവത്തിന്റെ വചനം നിനക്ക് കൂട്ടുണ്ടാകണം. സ്തോത്രം. സ്തോത്രം. നിയമസഭ മാത്രമല്ല, ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷനുകൾ, സ്തോത്രം പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ ഇപ്പൊ പ്രശ്നം
മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവ സഹോദരനെ, ലോകപ്രകാരം ഒരു ജോലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യ സുവിശേഷത്തിന് വേണ്ടി സ്വന്തം ഈ ആരാധനയിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വിളഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. തോമസിന്റെ സാക്ഷ്യം കേട്ടല്ലോ, പ്രൈസ് കേട്ടാലോ, 2 ഫ്ലൈറ്റിന്റെ പേര് പറഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ദൈവം കൂടെ ഉണ്ടെങ്കിൽ. മനസ്സിലായോ? സ്വന്തം അപ്പോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക്? പ്രൈസലോ, ഹല്ലേലൂയ. സ്വന്തം ഭാഗം നിർത്തി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ ഇന്ത്യ ബന്ധക്കോസ്ത ദൈവ സഭ എന്ന് പറഞ്ഞ സ്വന്തം സഭ ഞങ്ങളുടെ പ്രവർത്തനത്താൽ സ്വന്തം ഇവിടത്തിലുണ്ട്. ഏകദേശം 120 പേര് അവിടെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നു. അധികം ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരങ്ങളാണ്. അതുകൊണ്ട് സ്വന്തം ഒരു പ്രശ്നവും നിലവിൽ ഇതുവരെ ഇല്ല. ഹല്ലേലൂയ. ഒരു പ്രശ്നവും ഇല്ല. കാര്യം വചനം പറഞ്ഞു കൊടുത്താൽ അതുപോലെ അവർ കേട്ടനുസരിച്ചു. ഹല്ലേലൂയ. പെട്ടെന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം. ഞാൻ ഏതൊക്കെ സ്ഥലത്ത് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടോ? സ്വന്തം കൊടുക്കാതെ സാറ് പറഞ്ഞതുപോലെ എനിക്ക് അല്ലതൊന്നുമില്ല. ദൈവം അതൊക്കെ നൽകി തന്നിട്ടുണ്ട്. അല്ലലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പട്ടിണി മുറ്റി നിൽക്കുമ്പോൾ 6 കുഞ്ഞുങ്ങളെ ഇവന്റെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചിട്ട് എന്റെ മാതാവ് സ്വാതന്ത്ര്യം പാടി അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. മാതാവ് പോയി കഴിഞ്ഞപ്പോ തമ്പുരാൻ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയ്ക്ക് സ്തോത്രം. വല്ല നന്മയും ലഭിച്ചാൽ അത് ലോക്കൽ സഭയ്ക്ക് കൊണ്ടുകൊടുക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ ശക്തീകരിച്ച് കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ അതും പോരാ. സ്തോത്രം. ഞാൻ എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് കുമ്പനാട്ടും കൂടെ കാശ് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ചോദിക്കൽ സ്തോത്രം. വിസിറ്റിംഗ് കഴിഞ്ഞ് വന്നതല്ലേ, കാരണം വിദ്യാബന്ധം കൊണ്ട് ദൈവസഭയ്ക്ക് ഒന്നും തരാനില്ല എന്ന് നിശ്ചയമായിട്ട് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും ഞാൻ വിഷമിപ്പിക്കുവാൻ വന്നതല്ല. നിങ്ങൾ തന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലപ്പരം പോരാതവരോട് അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം എന്നും നമുക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. ഉണർത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും വിസച്ചാൽ എന്റെ മുൻപിൽ ഒരു സമയം വച്ചിട്ടുണ്ട്. അതിനു മുൻപ് സ്തോത്രം രാവിലത്തെ ബാക്കി പ്രസംഗം തീർത്തേച്ച് ഇരിക്കുവാൻ ദൈവാത്മാവ് ശരണപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ വായിച്ചത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. സ്തോത്രം. ഫിലിപ്പിയ സഭ ഉടലെടുത്ത കാര്യം ഞാൻ വ്യക്തവും ശക്തവുമായിട്ട് ആ ഭാഗത്തു നിന്ന് സംസാരിച്ച സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം ധന്യനായ പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സ്തോത്രം താൻ സമ്പാദിച്ച പരിശുദ്ധാത്മ നിയോഗത്താൽ സ്തോത്രം സ്ഥാപിതമാക്കപ്പെട്ട സഭയോട് പറയുന്നു, സഭയെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവീൻ. സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ പൗലോസിനറിയാം സഭ ഇപ്പൊ കർത്താവിലല്ല മറ്റാരിലുമാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഇന്ന് പകലിലും ഞാനും അത് രാത്രിയിലും പറയുന്നത് സഭ ഇപ്പൊ കർത്താവിലല്ല മറ്റാരിലാണോ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇന്നൊരു രാത്രിയിൽ ഒരു ചൂണ്ടുപടിയായി ഞാൻ വിളിച്ചു പറയുക, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ മുഖാന്തരമായി തീരണം. എനിക്ക് പൗലോസിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കാൻ പറയാ നമ്മുടെ മനസ്സ് പെട്ടുവോ? സ്വന്തം ഒരു 5,000 ദിനം കയ്യിലില്ലെങ്കിൽ നമ്മുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം പിന്നെ പ്രാർത്ഥിക്കാൻ വയ്യ, കുടുംബ പ്രാർത്ഥനയില്ല, പോരാട്ടമില്ല, ജാഗരണമില്ല, ഒന്നുമില്ല, എല്ലാം നശിച്ചു എന്ന് പറയുന്നത്. പക്ഷെ പൗലോസിന് എന്തുണ്ട്? ലാഭമായിരുന്നതൊക്കെയും ഭേദമെന്നെ. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു ലഭിച്ചത് കാരാഗ്രഹം. അവിടെ കിടന്നോട് പറയുന്നു സ്തോത്രം. ഒരുവന് കർത്താവിൽ സ്തോത്രം സന്തോഷിക്കണമെങ്കിൽ പാട്ടുകൊണ്ട് സന്തോഷിക്കാം, പ്രസംഗം കൊണ്ട് സന്തോഷിക്കാം, കൊടുത്തത് കൊണ്ട് സന്തോഷിക്കാം, ആളുകൾ പുകഴ്ത്തിയത് കൊണ്ട് സന്തോഷിക്കാം. എന്നാൽ കർത്താവിൽ നിനക്ക് സന്തോഷിക്കണമെങ്കിൽ നീ കർത്താവിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലുണ്ട് എന്റെ പ്രശംസയും കിരീടവും ആയുള്ളവരെ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുവിൻ. കർത്താവിൽ നിലനിൽക്കുന്നവരെ കണ്ടാലറിയാം. അവിടെ പ്രൈസ്തലോട് കേട്ടാൽ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. പ്രത്യേകിച്ച് പോലീസുകാരായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ആളുകളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ഇവരേത് തരക്കാരെന്ന് സ്തോത്രം പരീക്ഷണം കൂടാതെ മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിവിടെ വന്നൊരു സഭയിൽ പോയി സ്തോത്രം കർത്തൃമേശ ഇന്നും ഉണ്ട്, അന്നും അവിടെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഇതുപോലെ സ്വന്തം ചേർന്നിരുന്നൊരു അച്ചായൻ എന്റെ മുഖത്ത് നോക്കത്തുമില്ല, കയ്യും തരത്തില്ല. ബോഡി ലാംഗ്വേജ് എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം കർത്താവിലല്ല സന്തോഷിക്കുന്നത് മറ്റാരിലാണോ എന്നെനിക്ക് മനസ്സിലായി.
ഞാനിത് പ്രസംഗിക്കുന്നത് അറിയാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടട്ടെ. അങ്ങനെ ആളുകൾ മാനസാന്തരപ്പെടണം. ഈ പൊതിഞ്ഞുള്ള ശുശ്രൂഷയൊക്കെ നമ്മുടെ ദിവസത്തിൽ കേട്ടോ സാറേ, അങ്കമാലിയിലേക്ക് ദൈവമക്കളെ ഈ പൊതിയാതെ പഠിപ്പിക്കണം. നിർമ്മല സുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുക. ഈ തലമുറയിൽ ദൈവം നമ്മെ അഭിഷേകം കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ബാലകനായി അന്ന് ഓലക്ക് വീട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് കട്ടത്തിൽ വിശ്രമിക്കുന്ന വി.ടി. ജോസഫ് അവർ വന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഉത്സവമാണ്. ഒരു വാക്യമെടുത്ത് അതിൽ 10 പോയിന്റ്, അതിൽ നിന്ന് 8 പോയിന്റ്, അതിൽ നിന്ന് 12 പോയിന്റ് എന്നും പറഞ്ഞു തീർക്കുമെന്ന് അറിയത്തില്ല. ഉത്സവമാണ്. അങ്ങനെ ഞങ്ങൾ വചനം കേട്ട് പഠിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ ഉമ്മാക്കിലുണ്ടെന്നും ഞങ്ങൾ ഓടത്തില്ല. കാര്യം വചനം ഞങ്ങളുടെ അകത്തുണ്ട്. എത്ര പേരെന്ന് രാത്രി പറയുന്നത് വചനമെന്റെ അകത്തുണ്ട്. ആ വചനമെന്റെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു, വചനമെന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വചനമെന്റെ തൊട്ടുകൊണ്ടിരിക്കുന്നു. നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. കേൾക്കാത്ത പ്രസംഗം മാത്രമേ കേട്ട് മനസ്സിലാക്കുവാൻ പ്രാണിയില്ലാത്ത സമയത്തായിരുന്നു. ബാക്കി തീരുമച്ചന്റെയും വിയർപ്പിലിപ്പിന്റെയും അങ്ങോട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേട്ട് ഏത് തലത്തിലെത്തുന്നു എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പ്രസംഗിക്കുവാനുമാണില്ല. എല്ലായിടത്തും പോരാട്ടവും ജാമ്യങ്ങളുടെയും മധ്യസ്ഥ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം വിടത്തി പ്രസംഗിക്കുവാൻ ആളില്ല. അതുകൊണ്ട് ഈ തലമുറയിൽ ഇന്നോ രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ചില വാക്കുകളോടെ ദൂത് വിളിച്ചു പറയുക. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പ്രസംഗിക്കുവാൻ ജനത ഇന്ന് രാത്രി ദൈവം റിക്രൂട്ട് ചെയ്യുകയാണ്. എനിക്ക് അനുവദനീയമായ സമയം അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മളും നാടോട് അടുത്തുകൊണ്ടിരിക്കുന്നു, വീടോട് അടുത്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വാപ്പസി നിങ്ങളുടെ വിചാരം സ്തോത്രം BJP-ക്കാരാണ് ഈ ഹർവാപ്പസി തുടങ്ങിയത്. അല്ല, നമ്മുടെ തമ്പുരാനാണ് പറഞ്ഞത്, വീട്ടിലേക്ക് വാ, നിന്റെ വീട്ടിൽ രക്ഷ വന്നു. ഹർവാപ്പസി ഏതോ തോട്ടത്തിൽ പുറത്തായത് അവനെ വീടോട് അടുപ്പിക്കുവാൻ പാൽമുറയിൽ യാഗമായി പരമയാഗമായി തീർന്ന തമ്പുരാന്റെ രക്തം പറയുന്നു, നീ വീട്ടിലേക്ക് വാ. ഇന്ന് രാത്രി ഈ വീടിൽ നിന്ന് അന്യന്മാരെ നിൽക്കുന്ന സ്വന്തം മൂത്തപുത്രനെ പോലെ ആരെങ്കിലും അങ്ങനെ ദൂത്തപുത്രനെ വിട്. മൂത്തപുത്രന്റെ റോളിൽ അഭിനയിക്കുവാൻ സ്വർഗം നിനക്ക് അവകാശവും അധികാരവും തന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ടുള്ള ചിന്തകൾക്കായി സ്തോത്രം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുവീൻ. സ്തോത്രം. നീ കർത്താവിലാണോ? കർത്താവിലല്ലെങ്കിൽ കുഞ്ഞപ്പന്റെ കൂടെ അതിന്റെ നിലനിൽപ്പ്. ആരാ കുഞ്ഞപ്പൻ? പിശാചൻ. ഒരു പുതിയ പേര് ഞാൻ പറയാം, കുഞ്ഞപ്പൻ. നീ കർത്താവിലല്ലെങ്കിൽ കുഞ്ഞപ്പന്റെ കൂടെയാ. കുഞ്ഞപ്പന്റെ കൂടെ നടക്കുന്നവരെ കണ്ടാലറിയാം. അങ്ങോട്ട് ചെല്ലുമ്പം പറയും, എന്നെ ഇപ്പോ നശിപ്പിക്കരുത്, എന്റെ സമയമായിട്ടില്ല. കൃപയോടൊപ്പം പോയാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. നാട്ടിലെ രമ്യവഹിച്ചാന്റെ മകൻ സണ്ടി ഒരിക്കൽ ഒരു യോഗത്തിന് വിളിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ വീട്ടില് കുടുംബപ്രാർത്ഥനയ്ക്ക് വിളിച്ചോണ്ട് പോയി. സ്തോത്രം പ്രേക്ഷിതോ. രാവിലെയും വൈകിട്ടും പ്രസംഗിച്ചേറ്റ് 9:30 മണിയായപ്പോ അദ്ദേഹം എന്റെ സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തം ഹരിപ്പാട് കൊണ്ട് വിട്ടേച്ച് പറഞ്ഞു, സാറെ വണ്ടി ഒന്ന് കയറിപ്പിക്കോ. സ്വന്തം ട്രെയിനില്ല, സാറ് കയറിപ്പിക്കോ, എനിക്ക് ക്ഷീണമാണ്. ഞാൻ ആ 9:30 മണി തൊട്ട് 10:30 മണി വരെ അവിടെ ഇരുന്നു. സ്വന്തം വണ്ടിയൊന്നും വന്നില്ല. ആദ്യം വന്ന വണ്ടിയെ കയറിയില്ല. സ്വന്തം നാളെ പിറ്റേന്ന് സൺഡേയാണ്. അടുത്ത വണ്ടിയിൽ തിരിച്ചങ്ങ് കയറി നോക്കിയപ്പോ കാണാം കംപ്ലീറ്റ് ആളുകളും ഇല്ല. സ്വന്തം കണ്ടക്ടറോട് ചോദിച്ചു, സാറ് കൊല്ലം വരെ ഒടിയുന്ന സീറ്റുണ്ടോ? അദ്ദേഹം കൈമലർത്തി, അങ്ങനെ ഒരു സീറ്റൊന്നും ഇവിടില്ല. സ്വന്തം എന്റെ കൊച്ചു വേഗവും സ്വന്തം ചേർത്ത് ഒരു വെള്ള ഉടുപ്പ് കിട്ടുകൊണ്ട് ഞാൻ ഒരു മനുഷ്യന്റെ അടുത്തോട്ട് അങ്ങോട്ട് കാര്യങ്ങളുമായപ്പോ സ്വന്തം ചാരി നിൽക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ തോണ്ടാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പല്ലെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് എന്നോട് ആക്രോശിക്കുകയാണ്. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി, ഇദ്ദേഹം കുഞ്ഞപ്പന്റെ ആളാ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ട്? എന്നിൽ വ്യാപരിച്ച ദൈവശക്തി അവന്റെ മേൽ പകരപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ നിന്റെ മേലൊരു വ്യാപാര ശക്തിയുണ്ട്, നിന്റെ മേലൊരു ശക്തിയുണ്ട്. അത് പകരപ്പെടേണ്ടതാണ്, അത് പകരപ്പെടേണ്ട ശക്തിയാണ്. ഒരു 5 നിമിഷം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയും, ഈ പാത്രന്മാരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ അദ്ദേഹം സ്വന്തം മുമ്പിലോട്ട് പോകുന്ന കണ്ടു. അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ടക്ടർ പറഞ്ഞു, കൊല്ലം വരെ
യാതൊരു സാധ്യതയില്ല. ഞാൻ ധൈര്യത്തോടുകൂടെ ആ സീറ്റിൽ നിന്ന് ഉറങ്ങി അങ്ങ് വീട്ടിലെത്തി. ഒന്ന് മനസ്സിലാക്കണം, നോർത്ത് ഇന്ത്യയിലല്ല സ്വതന്ത്ര ഭൂതങ്ങൾ അലറിയോടുന്നത്. അത് കൊട്ടാരക്കരയിലുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്, തിരുവല്ലായിലുമുണ്ട്. സ്വതന്ത്രത്തിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, സ്തോത്രം പറയുക. നീ കർത്താവിൽ നിലനിൽക്കണം. കർത്താവിലാണോ? കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ സച്ച കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പഴയ നിയമ ഭക്തന്മാർ നമ്മെ സ്വതന്ത്രം പ്രസംഗിച്ച് ഉണർത്തിച്ചത്. കർത്താവിൽ നിൽക്കണമെങ്കിൽ സ്വതന്ത്രം 1 യോഹന്നാൻ 2:14-15 വാക്യങ്ങൾ എടുക്കേണ്ട കമ്പി വാചകം പോലെ ഞാൻ പറയാം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ വിട്ടുകളയണം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ വിട്ടുകളയണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വതന്ത്രം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് സ്വതന്ത്രം കഴിഞ്ഞ മാസം സ്വതന്ത്രം ഹല്ലേലൂയ സ്വതന്ത്രം കഴിഞ്ഞ മാസം 27-ാം തീയതി സ്വതന്ത്രം രാവിലെ 5:45 കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഭാര്യ എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്റെ ബർത്ത്ഡേ ആണെന്ന്. ഞാൻ പറഞ്ഞു, ഇന്നാണോ ബർത്ത്ഡേ? കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അവള് ഗ്ലാസ് കാപ്പി എനിക്ക് തന്നു. ഞാനത് കുടിച്ചേറ്റ് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, സ്വതന്ത്രം വാട്സാപ്പിൽ പറയാ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു. സ്വതന്ത്രം ഞാൻ പറഞ്ഞ ആശംസാവാക്യമായി നിനക്കൊരു വാക്യം ഞാൻ തരാം. കിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം എടുത്ത് വായിച്ചോളം പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നെടുത്ത് വായിച്ച് കൃപ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ. എന്റെ സമയത്ത് യോഗം ഞാൻ അവതരിപ്പിക്കും. കൃപ ഞാൻ ആശംസാവാദമായി പറഞ്ഞു. സ്വന്തം വായിച്ചോ മത്തായി സുവിശേഷം. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യിക്കരുത്. എന്തോ? ഒരു രോമം വെളുപ്പിക്കാനോ കറിപ്പിക്കാനോ എനിക്ക് കഴിയത്തില്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ വിട്ടുകളഞ്ഞ ഭക്തന്മാരുണ്ട് നമ്മുടെ ഇന്ത്യ ബന്ധക്കോട്ടതവേ സഭയിൽ. എന്തുകൊണ്ട് പോരാട്ടം കയറുന്നു എന്ന് ചോദിച്ചാൽ കയ്യിരിപ്പ് ശരിയില്ലാത്തില്ല. കുഞ്ഞുങ്ങളെ ഈ ഇവരെ നോക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പോയ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടി ഒരുവൻ പരമത്യാഗമായി ജീവത്യാഗമായി ചെയ്ത ഒരു യേശുവിനെ മനസ്സ് കളയരുത്. നിങ്ങൾ എന്തോ ചെയ്തോ പറയുന്നത് ഞാൻ പറഞ്ഞു. സ്വതന്ത്രം ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരട്ടെ. കർത്താവിൽ നിലനിൽക്കണം. കർമ്മോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിൽ നിലനിൽക്കാം. എന്നാൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസികം വിളിച്ചു പറയുന്നത് ഇതൊന്നും കണ്ടല്ല. ഞാൻ സന്തോഷിക്കുന്നത് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എനിക്ക് ഒരു പൗരത്വമുണ്ട്, എനിക്ക് ഒരു സ്വർഗീയ പൗരത്വമുള്ളത് കൊണ്ട് ആഗ്രഹത്തിന്റെ അകത്ത് എനിക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. സ്നേഹിതരെ, പൗരത്വമുള്ളവനെ എവിടെ പിടിച്ചിട്ടാലും അവൻ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരാഗ്രഹത്തിലാണെങ്കിൽ അവൻ പാടി സ്തുതിക്കോ, സിംഹക്കൂട്ടിലാണെങ്കിൽ അവൻ സ്തുതിക്കോ, എരിയുന്ന തീറ്റുളയിലാണെങ്കിൽ അവൻ സ്തുതിക്കോ. കാര്യം അവന് ഒരു പൗരത്വമുണ്ട്. എന്താണ് ഈ പൗരത്വത്തിന്റെ പ്രത്യേകത? അമേരിക്കയിലെ ടോംബ്രസ് എന്നറിയ ഒരുപാട് ഭാഗം വിസ്തരിച്ച് പറയുവാൻ താല്പര്യമുണ്ട്. ഗാന്ധിവാദകം പോലെ പറഞ്ഞു നിർത്തുവാനാണ് സമയം എന്റെ മുൻപിൽ സ്വതന്ത്രം നിൽക്കുന്നത്. ഇത് പറയുന്ന സ്വതന്ത്രക്കാർ ഈ സന്ധ്യാസമയത്ത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. എന്താണ് പൗരത്വം? ഈ പൗരത്വം നമ്മുടെ വിലക്ക് വാങ്ങിയ പൗരത്വമല്ല, കൃപയാൽ ദൈവം നമുക്ക് നൽകിയ പൗരത്വമാണ്. സ്വതന്ത്രം വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി. നോക്കിക്കേ, ആ ദേശത്തിന്റെ പ്രത്യേകത. ഇസ്രായേൽ പൗരത്വം ലഭിച്ചവൾ. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്. അവർ ഇസ്രായേലിയർ പുത്രത്വ, തേജസ്, ബഹുമാനം, ആരാധന, ന്യായപ്രമാണം, ചട്ടങ്ങൾ ഒക്കെ എവർക്കുണ്ട്. ഈ പൗരത്വമുള്ളവൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു? നയമാന്റെ വീട്ടിലെ വേലക്കാരി. നയമാന്റെ വീട്ടിലെ വേലക്കാരി. ഈ പൗരത്വമുള്ളവൾ കണ്ടു. എന്ത് കണ്ടു? യജമാനത്തിയോട് പറഞ്ഞു, എന്റെ യജമാനൻ പരാക്രമശാലിയ. സ്തോത്രം. 1 ശമര്യയിലെ പ്രവാചകന്റെ അടുത്ത് പോയെങ്കിൽ ഈ കുഷ്ഠം മാറ്റിക്കൊടുത്തേനെ. സുവിശേഷ ദർശനത്തിന്റെ അകത്തളങ്ങളെ ഉൾക്കാഴ്ച കണ്ടോ? ഇന്ന് പരാക്രയിൽ നീ എവിടെയായിരുന്നാലും ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സുവിശേഷം പറയുവാൻ വലയുണ്ട്. ദൈവത്തിന്റെ പൈതലേ, അവളത് കണ്ടു, പറഞ്ഞു വിട്ടു, സൗഖ്യം പ്രാപിച്ചു.
ഇതാണ് ഈ പൗരത്വം. ഈ പൗരത്വം അകത്തുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും സ്വന്തം നിനക്ക് ജീവിക്കാം. ഏത് പ്രസ്ഥാനത്തിന് നേതാവായാലും നിനക്ക് ജീവിക്കാം. നീ ഇവിടത്തെ കാരണമല്ലെന്ന ഒരു ചിന്ത മാത്രമേ മതി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറെങ്ങനെയാ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രിസ്ത്യൻ ജീവിതം കൂടെ കൊണ്ടുപോകുന്നു? സ്വോത്രം ചിലർ ചോദിക്കാറുണ്ട്, സാറ് ഈ പൊളിറ്റിക്സിലൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ അവരോടൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്, അത് സത്യമാണ്. ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ വിഷയം എന്റെ പ്രാണപ്രിയന്റെ വരവാണ്. അവിടെ വരുമ്പോൾ എനിക്ക് അവൻ നിത്യത സാധാരണ ചെയ്തിരിക്കുന്നു. സ്വന്തം നിറഞ്ഞ പട്ടിണിയിൽ ആളുകളാരും അംഗീകരിക്കാതെ സ്വന്തം ദാരിദ്ര്യവാസിയായി മുദ്രകുത്തി നാടും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ മുദ്രകുത്തി വിട്ടപ്പോൾ ഈ പെന്തക്കോസ്ത് സത്യത്തെ മാറോടടച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കൾ ഇറങ്ങി തിരിച്ച് അക്കരനാട് പിടിച്ച് അവർ ഞങ്ങളുടെ മുന്നിൽ മാർഗദർശിയായി നിൽക്കുമ്പോൾ ഈ പൗരത്തോട് തള്ളിക്കളയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രിയരെ, ചൂടാമാറിക്കപ്പെടാതില്ല. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. എനിക്കൊരു പൗരത്വമുണ്ട്. അത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പൗരത്വമുള്ളവരോട് വന്നിരുന്ന് സ്വപ്നം പറയും പറയേണ്ട കാര്യമൊന്നുമില്ല. സാക്ഷ്യം പറയേണ്ട കാര്യവുമില്ല. കർത്താവിന് കൊടുക്കാൻ പറയാൻ കാര്യമൊന്നുമില്ല. ഒരുത്തരെ കണ്ടാൽ സഹായിക്കുക. ഇല്ലാത്തവരോടാണ് ഇതൊക്കെ മൊത്തം പറയേണ്ടത്. കൊടേ 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 കൊടേ. ഇപ്പൊ ഒരു പരിപാടിയുണ്ട്. 10 കൊടുത്താൽ 100 കിട്ടും, 100 കൊടുത്താൽ 1000 കിട്ടും. അടിച്ചു വെച്ചാൽ 1 വെച്ച 2, 2 വെച്ച 3. ഇതല്ല കർത്താവിന് കൊടുക്കുന്നത്. നീ ഉള്ളതങ്ങോട്ട് കൊടു. 2 കാശ് കൊടുത്താൽ മറന്നുപോകാതെ ഇന്നും പ്രസംഗിക്കപ്പെടുന്നതാണ് വേദപുസ്തകത്തിലെ വിധവ. എനിക്ക് കുഴിക്കാലം സ്നേഹമാണ്. കഴിഞ്ഞ സ്വന്തം ഞാനിവിടെ വരുന്നതിന് മുമ്പേ കുമ്പനാടെന്ന സ്വന്തം അദ്ദേഹം വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടൊരു മാസ്റ്ററുണ്ട്. അദ്ദേഹം ഒരു പുതിയ പ്രവർത്തനം തുടങ്ങി. വാടകയ്ക്ക് ആരാധിച്ചുകൊണ്ടിരുന്നു. വാടകക്കാരെ പറഞ്ഞു വിട്ടു. അടുത്തൊരു സ്ഥലം അദ്ദേഹത്തിന് ഫ്രീ ആയി ഒരാൾ കൊടുത്തു. അവിടെ ഒരു ഷെഡ് ഇരുന്നു. സാറ് 25,000 രൂപയാണ്. എന്തോ ചെയ്യാൻ പറ്റും? ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ ജനറൽ കൗൺസിലിൽ പോയപ്പോ ഒരാൾ 3,000 രൂപ കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ചെയ്യാനാ? കാറ്റായി കരമാക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ആ മനുഷ്യൻ കരച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമാറ്റുള്ള പ്രവർത്തിക്കും. അങ്ങനെ ഇദ്ദേഹം ഞങ്ങളുടെ വണ്ടി കയറി. കയറിയപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒരു നിവൃത്തിയില്ല. ഈ 3,000 രൂപയും ചെക്കാ കൊടുത്തത് ബാങ്ക് വഴിമാറായി. സ്വന്തം ഞാൻ പറഞ്ഞു ദൈവദാസന് ഇങ്ങനെയാണ് പ്രശ്നം വന്നു. അദ്ദേഹം അദ്ദേഹത്തിന് 10,000 രൂപ കൊടുത്തു. ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടല്ല, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെയും നിന്നെയും പിന്തുടർന്നു വരുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ കാശൊക്കെ വച്ചിരുന്ന കുഴപ്പമൊന്നുമില്ല. സ്വന്തം RCC, സ്വന്തം റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ, ഇവിടെയൊക്കെ നിങ്ങളുടെ പൈസയ്ക്ക് എന്റെ പൈസയ്ക്ക് ആവശ്യമുള്ള സ്നേഹിതരെ അവർ നിങ്ങളെ തേടി നിൽക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. മനസ്സിലായല്ലോ? പക്ഷെ കൃപയുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പ്രാർത്ഥിച്ചു മാറ്റാം. ഏത് ക്യാൻസറിനെയോ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു മാറ്റുവാനുള്ള ശക്തി നമുക്കുണ്ട്. ഇന്ന് രാത്രി അറിയുന്ന ദൈവമൊക്കെ കരമടിച്ച ദൈവത്തെ ഒന്ന് ഇന്ന് പലക്കാലത്ത് പുതുക്കട്ടെ. ആത്മാവിന്റെ മണ്ഡലവും അവന്റെ ഇരട്ടിപ്പറ്റും അവന്റെ നല്ല പേര് വരുമ്പോൾ നമുക്ക് എല്ലാ എതിരുകളെയും നേരിടുവാനുള്ള ശക്തിയും ബലവുമുണ്ട്. സ്വന്തം എനിക്കൊരു പൗരത്വമുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കുന്നു. സ്വന്തം മാത്രമല്ല, പൗരത്വമുള്ള എണ്ണം ചേർക്കുവാൻ ഒരു രക്ഷിതാവ് വരും. 20 3-ാം അധ്യായത്തിന്റെ 20 താഴോട്ട് വായിച്ചാൽ അവിടെ നിന്ന് ഒരു രക്ഷിതാവ് എന്ന് ചേർക്കാൻ വരും. ഞാൻ അനാഥനല്ല, ഞാൻ സനാതനാണ്. സ്വന്തം സ്നേഹിതരെ ചെറുപ്പക്കാരെ, നിങ്ങളാരും അനാഥന്മാരല്ല. സ്വന്തം നിങ്ങളെന്റെ സനാതനാണ്. കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ വളർന്നു ഇറങ്ങി വരും. അവൻ സിംഹക്കുഴിയിൽ വരും. സിംഹക്കുഴി വന്നേക്ക് രാവിലെ ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ വെള്ളത്തെ കണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ദൈവത്തിന് വേണ്ടി നിന്നാൽ ഇങ്ങനെയുള്ള മേലുദാസമൊക്കെ കിട്ടും. സ്വന്തം ഹല്ലേലൂയ. പെട്ടെന്ന് സ്വന്തം ഞാൻ നിർത്തിട്ട് എനിക്കൊരു രക്ഷിതാവ് വരും. എന്തെന്നറിയാമോ? എന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വന്തം ഹല്ലേലൂയ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്നിൽ വിളങ്ങിയിട്ടെന്ന എന്റെ നാവോട് കൂടിയിരുന്ന് ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമെന്ന് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ലെന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലക്ഷ്യമില്ലെന്നോ എന്നോട് പറയുന്ന ഒരു രക്ഷിതാവ് എന്നെ തേടി വരും. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല സ്നേഹിതരെ, സ്വന്തമായ രക്ഷിതാവ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ പൗലോസിനറിയാം. അവൻ വരുമ്പോൾ എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട്
ചേർത്ത് അനുരൂപപ്പെടുത്തു. ഇതാണ് ഭാവിയിലെ പ്രതീക്ഷ. സ്തോത്രം. എന്തുകൊണ്ട് ഞാൻ കാരാഗ്രഹത്തിൽ സന്തോഷിക്കും ചോദിച്ചാൽ, എന്റെ ഇടുങ്ങിയ ശരീരത്തെ, എന്റെ രോഗാന്തരമായ ശരീരത്തെ, എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ, എന്റെ ബലഹീനമായ ശരീരത്തെ, രോഗം പിടിച്ച ശരീരത്തെ, ക്യാൻസർ പിടിച്ച ശരീരത്തെ, കൊളസ്ട്രോൾ പിടിച്ച ശരീരത്തെ, സ്വന്തം വിണ്ടുകീറിയ ശരീരത്തെ, സ്വന്തം വിരൂപമായ ശരീരത്തെ മുഴുവനും മാറ്റിക്കളയുവാൻ തേജസ്സുള്ളവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന അവന്റെ ശക്തിയാൽ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ എന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മകത്വമുള്ള ശരീരത്തോട് ചേർത്ത് അനുരൂപപ്പെടുന്നു. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം കണ്ണുകൾ കിടക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ചൂടമാണ് അരിപാലില്ല. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന് കൊണ്ടോ എങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് നീ അഭിമുഖീകരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ മാറ്റമില്ലാത്ത ശരീരമുണ്ടല്ലോ, ഹല്ലേലൂയ, ഈ താഴ്ചയുള്ള ശരീരമുണ്ടല്ലോ, അവന്റെ മകത്വമുള്ള ശരീരത്തോട് എതിർക്കട്ട് ഉയർക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ആ ശക്തികളോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ചൂടാമാനാഥിക്കാട് അന്തുരാതിലെ പ്രൗഷട വൈനവൻ ഹത്തുരാതി അടകമാണ് കഥാവിൽ അങ്ങയുടെ മേശയിൽ നാട്ടിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന് ദൈവജനം സ്തോത്രം രോഗത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. ആര് ഞങ്ങളെ വെടിവെക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് രാത്രിയിൽ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മ ശക്തിയാൽ ആ വേദനപ്പെടുത്തുന്ന ആ ഭാഗത്തെ, അസ്വസ്ഥപ്പെടുത്തുന്ന ഭാഗത്തെ ഇന്ന് പകലിൽ ഈ ദാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ ആ കാലത്താൽ ആ രോഗാത്മകരെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. ദൈവശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ദൈവം വിടുതലിച്ചിരിക്കുകയാണ്. എന്റെ പ്രതീക്ഷ സ്വാഭാവിക താഴ്ചയുള്ള ശരീരത്തെ അവരുടെ മകത്തുള്ള ശരീരത്തോട് ചേർത്ത് അനുരൂപപ്പെടുത്തും. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുന്നു. കർത്താവിൽ നിലനിന്ന് കർത്താവിൽ സന്തോഷിച്ച് നല്ല ദാസനെ എന്ന വഴി കേൾക്കുവാൻ നമുക്ക് ഒരുക്കത്തോടിരിക്കാൻ. കർത്താവ് വരാറായി, കാലം തീരാറായി, കാഹളം കേൾക്കാനായി. ഹല്ലേലൂയ. നോക്കി നോക്കി കണ്ണുകൾ മങ്ങുന്നേ, എപ്പോൾ വന്നിടും എന്റെ പ്രാണപ്രിയ നോക്കി നോക്കി കണ്ണുകൾ മങ്ങുന്നേ. കടന്നു വരട്ടെ. പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരം നൽകി തന്ന ദാസനോടും സഭയോടും സഹോദരങ്ങളോടും സ്വന്തം വിദ്യാഭ്യാസ ദൈവസഭ ഷബ്രോപ്പള്ളിക്കുള്ള സഭയുടെ നന്ദിയെയും വിദ്യാഭ്യാസ ദൈവസഭ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ നന്ദിയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ